Hey guys, welcome back to Vandi Malayalam. So, ഞാനിപ്പോൾ നിൽക്കുന്നത് 2024 TVS മോട്ടോ സോണിലാണ്. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം മൊത്തം കൊട്ടും പാട്ടും ബഹളവും ഒക്കെ തന്നെയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഇന്നലെ TVSൻ്റെ പ്രീമിയം മോട്ടോർ സൈക്കിൾസ് ഹെഡായിട്ടുള്ള വിമൽ സുംബ്ലി നടത്തിയിരുന്നു. അതായത് TVS ഒരു പുതിയ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു പുതിയ എൻജിൻ തന്നെ അവർ ഇന്നലെ ലോഞ്ച് ചെയ്തു. നമ്മൾ വളരെ വിരളമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പുതിയ മോട്ടോർ സൈക്കിൾസൊക്കെ തന്നെ പല ബ്രാൻഡുകളും ലോഞ്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു പുതിയ എൻജിൻ മാത്രമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ ദേ ഹാവ് ലോഞ്ച്ഡ് എ ബ്രാൻഡ് ന്യൂ എൻജിൻ ഫോർ അപ്കമിങ് TVS മോട്ടോർ സൈക്കിൾസ് ഇൻ ദിസ് ഇവൻറ്റ്. അപ്പോൾ ആ ഒരു എൻജിനാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു പുതിയ എൻജിൻ എന്ന് പറയുന്നത്. ദ TVS RTX D4 എന്നാണ് ഈ ഒരു എൻജിൻ്റെ പേര്. ഒരു 299.1cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOHC എൻജിനാണ്. മാക്സിമം ഓൾമോസ്റ്റ് 35 bhp പവറും 28 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കിടിലൻ എൻജിനാണിത്. ഈ എൻജിൻ കാണിക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് കാണിച്ചു തരാം. കണ്ടില്ല, 299.1cc എൻജിനാണ്. ഇതൊരു ബ്രാൻഡ് ന്യൂ എൻജിനാണ്. ഇപ്പോൾ ഉള്ള എൻജിനുകളിൽ നിന്നും ഡിറൈവ് ചെയ്ത ഒരു എൻജിനല്ല. ഫ്രം സ്ക്രാച്ച് ദേ ഹാവ് ഡെവലപ്ഡ് ദിസ് ന്യൂ എൻജിൻ. അതിൻ്റെ ബോർ ആൻഡ് സ്ട്രോക്ക് ഫിഗേഴ്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇറ്റ്സ് എ ഷോർട്ട് സ്ട്രോക്ക് എൻജിൻ. കണ്ടില്ലേ, ഇതിൻ്റെ ബോർ എന്ന് പറയുന്നത് സ്ട്രോക്കിനേക്കാളും കൂടുതലാണ്. സോ ഇറ്റ്സ് എ ഷോർട്ട് സ്ട്രോക്ക്. അതുപോലെ തന്നെ കൂളിംഗ് സിസ്റ്റം ലിക്വിഡ് കൂളിംഗ് ആണ്. 35 PS ഓഫ് പവർ 9000 RPM-ലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ 28.5 Nm ടോർക്ക് 7000 RPM-ൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 4 വാൽവ്സ് ആണ്, DOHC ആണ്. അതുപോലെ തന്നെ ഫിംഗർ ഫോളോ വാൽവ്സും കാര്യങ്ങളിലുണ്ട്. 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റൈഡ് ബൈ വയർ ടെക്നോളജിയിൽ വരുന്നുണ്ട്. ആസ് ഓഫ് നൗ ഇവരിതിൽ റൈഡിംഗ് മോഡ്സ് ഒക്കെ ഉള്ള കാര്യം പറഞ്ഞിട്ടില്ല. ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോകെ മനസ്സിലാകാം. പക്ഷേ ഒരുപാട് ടെക്നിക്കൽ അഡ്വാൻറ്റേജസ് ഉള്ള ഒരു എൻജിനായിട്ടാണ് TVS ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. കണ്ടില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ഡൈസെക്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. എൻജിൻ ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുകയാണ്. സോ അകത്തുള്ള ആ ഒരു ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റും അതിൻ്റെ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി കമ്പോണൻസ് ഒക്കെ തന്നെ ഇങ്ങനെ കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഗിയർ ബോക്സ്, അതുപോലെ തന്നെ ഒരു സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ എൻജിൻ തന്നെയാണ് ഈ ലോഞ്ച് ചെയ്തിരിക്കുന്ന എൻജിൻ എന്ന് പറയുന്നത്. ഇതിൽ ഒരു ഡ്യുവൽ ഓയിൽ പമ്പ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടെക്നിക്കലി ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉള്ള ഒരു എൻജിനാണ്. കൂടുതലും ഒരു എക്സ്പാൻഡഡ് ടോർക്ക് റേഞ്ച് തരുന്ന ഒരു എൻജിനാണെന്നാണ് ഇവർ വന്നത്. ഇൻസ്റ്റൻറ്റ് ആക്സലറേഷനും കാര്യങ്ങളൊക്കെ തരും. അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡീസലറേഷനാണ് ഈ ഒരു എൻജിന് വന്നു തരുന്നത്. നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഉള്ള ആ ഒരു RR310 RTR 310 എൻജിനുകളെ പോലെ അത്ര ഹാർഷ് ഒരു എൻജിൻ ആയിരിക്കില്ല ഈ ഒരു എൻജിൻ. കുറേ കൂടെ റിലയബിൾ ആയിട്ടുള്ള, കുറേ കൂടെ സ്മൂത്ത് ആയിട്ടുള്ള, കുറേ കൂടെ വെൽ റീഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിനാണെന്നാണ് TVS അവകാശപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന കമ്പോണൻസ് എല്ലാം തന്നെ ഒരു ഭിത്തിയിൽ TVS തൂക്കിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് കാണാം. ഇതാണ് ഇതിൻ്റെ സിലിണ്ടർ ഹെഡിൻ്റെ കവർ എന്ന് പറയുന്നത്. എസ്തെറ്റിക്കായിട്ടൊരു കോപ്പർ ഫിനിഷിലൊക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇങ്ങോട്ടേക്ക് വന്ന ക്യാം ഷാഫ്റ്റ് അസംബ്ലി ഇൻടേക്ക് കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇതാണ് അടുത്ത സാധനം. അങ്ങനെ ഓരോ ഇതിൻ്റെ ഫിംഗർ ഫോളോവേഴ്സാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, നമ്മുടെ ക്യാംസിനെ ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഓരോ കമ്പോണൻസ് ആണ്. ദിസ് ഈസ് അവർ വാൽവ് ഇൻടേക്ക് ആൻഡ് ദിസ് ഈസ് അവർ എക്സോസ്റ്റ് വാൽവ്. 4 വാൽവ് എഞ്ചിനാണ്. സോ 4 വാൽവ് നിങ്ങൾക്ക് അവിടെ കാണാം. ഇതാണ് നമ്മുടെ വാൽവ് സ്പ്രിങ്. ഇതാണ് ആ ഒരു സിലിണ്ടർ ഹെഡ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്താണ് നമ്മുടെ വാൽവ് സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. കണ്ടില്ലേ, ആ സംഭവം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ മെയിൻ സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതായിട്ട് ക്ലച്ച് കവറുണ്ട്. അതും ഒരു കോപ്പർ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. TVS റേസിംഗ് എന്ന് ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ക്ലച്ച് അസംബ്ലി. 7 പ്ലേറ്റ് വരുന്ന ഒരു ക്ലച്ച് അസംബ്ലിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന. സ്ലിപ്പർ ക്ലച്ചാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഡ്രൈവ് ഷാഫ്റ്റ് അസംബ്ലി. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വാനിൽ വന്നിരിക്കുന്നത്. 1 2 3 4 5 6. സോ അതാണ് ആ ഐറ്റം. ഇതാണ് കൗണ്ടർ ഷാഫ്റ്റ് അസംബ്ലി. ഇതിനകത്ത് റിഫൈൻമെൻറ്റ് കൂടാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഗിയർ ബോക്സിൻ്റെ കൗണ്ടർ ഷാഫ്റ്റ് അസംബ്ലിയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇതാണ് ക്രാങ്ക് കേസ് ആണ് വന്നിരിക്കുന്നത്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ക്രാങ്ക് കേസ് ആണ് കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് നമുക്ക് ബെയറിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ ഫുൾ ഓപ്പൺ ആക്കി, ഒരു എഞ്ചിനെ മൊത്തത്തിൽ അവർ ഓപ്പൺ ആക്കി അതിനകത്തെ ഐറ്റംസ് എല്ലാം വാരി വെളിയിലിട്ട് കാണിച്ചിരിക്കുകയാണ്. ഇതാണ് ഓയിൽ പമ്പ്സ്. ഇതിൽ നമുക്ക് ഡുവൽ ഓയിൽ പമ്പ്സ് വരുന്നുണ്ട്. ഓയിൽ പമ്പാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതാണ് ബാലൻസർ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലിയാണ് കാണുന്നുണ്ട്. ഇത്രയും വലിയൊരു ക്രാങ്ക് ഷാഫ്റ്റാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പിസ്റ്റൺ എന്ന് പറയുന്നത്. ഒരു അലുമിനിയം പിസ്റ്റണാണ്. ഡൈക്കാസ്റ്റ് അലുമിനിയം പിസ്റ്റൺ, ലൈറ്റ് വെയ്റ്റ് പിസ്റ്റൺ ആണ്. ഇതാണ് പിസ്റ്റൻ്റെ ഒരു ടോപ്പ് ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ സൈഡ്. അതുപോലെ പിസ്റ്റൺ റിങ്സ് ഒക്കെ തന്നെ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഗിയർ സ്റ്റാർട്ടർ ക്ലച്ച് അസംബ്ലി ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ടർ മോട്ടർ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ
മാഗ്നറ്റോ അസംബ്ലി വിത്ത് സ്റ്റേറ്റർ, നമ്മുടെ കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന സാധനമൊക്കെയാണ്. ഇതാണ് നമ്മുടെ മറ്റേ സൈഡിലെ ഒരു കവർ എന്ന് പറയുന്നത്. അതുതന്നെ ഗിയർ ഷിഫ്റ്റ് ഫോർക്സ് വരുന്നുണ്ട്, ക്യാം ഗിയർ ഷിഫ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഷാഫ്റ്റ് കമ്പോണൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാം ഒന്നും എന്താണെന്ന് എനിക്കറിയത്തില്ല, ഒരുമാതിരി പിടുത്തമുണ്ട് ഓൾമോസ്റ്റ് കമ്പോണൻസ് ഒക്കെ തന്നെ. അപ്പോൾ അതൊക്കെ ഈ ഒരു ഭിത്തിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അതാ എഞ്ചിൻ ഒരു 4 ഇവരോട് വെച്ചിട്ടുണ്ട്. 2 കൂട്ടിനകത്താണ്, 2 പുറത്തിരിപ്പുണ്ട്. സോ ഇതാണ് അതിൻ്റെ ഡൈസെക്ഷൻ എന്ന് പറയുന്നത്. മുറിച്ച് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, എല്ലാം കാണാൻ സാധിക്കുന്നത്. ഈ സൈഡ് കാണാം, നമ്മുടെ ഒരു വാൽവ് കണ്ടില്ലേ അതാണ്ടിരിക്കുന്നത് വാൽവ്, അതിൻ്റെ സ്പ്രിങ് ഇതാ കാണാം, ഫിംഗർ ഫോളോവർ, ക്യാം ഷാഫ്റ്റ്. ഈ ഫിംഗർ ഫോളോവേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഈ ക്യാം ഷാഫ്റ്റാണ്. ആ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അകത്തോട് നോക്കിയാൽ പിസ്റ്റൺ കാണാം, അങ്ങ് താഴെ കിടക്കുക പിസ്റ്റൺ. അതുപോലെ ഇതിൻ്റെ ഇൻടേക്കാണിത്, ഇതാണ് ഇതിൻ്റെ എയർ ഇൻടേക്ക്. ഇതെന്ന് പറയുന്നത് സാധാരണ വാഹനങ്ങളിൽ നമുക്കൊരു 90 ഡിഗ്രി ആയിരിക്കും കാണുന്നത്. പക്ഷേ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇങ്ങനെ താഴേക്ക്, അതായത് ലൈക്ക് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്ന പോലെയാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എഞ്ചിനുള്ളിലേക്ക് എയർ ഫ്ലോ വളരെ വെലോസിറ്റിയോടെ എയറിനെ എഞ്ചിനുള്ളിലേക്ക് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബെറ്റർ പവർ ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യത്യാസം കൂടി ഇതിലുണ്ട്. അതിൻ്റെ ബ്രീഫിംഗ് സമയത്ത് അവർ നമ്മളോട് പറഞ്ഞു തന്നൊരു കാര്യമാണിത്. ഇത് നമ്മുടെ ഓയിൽ പമ്പും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതാണ് ബ്ലാ സാധനങ്ങളെല്ലാം ഇതാണ് മുറിച്ച് വെച്ചിരിക്കുന്ന എഞ്ചിൻ. ഇതാണ് നമ്മളുടെ കംപ്ലീറ്റ്ലി അടഞ്ഞിരിക്കുന്ന ഒരു എഞ്ചിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ബ്രാൻഡ് ന്യൂ TVS RTX D4 എഞ്ചിൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എക്സോസ്റ്റ് വരുന്നത്, കണ്ടില്ലേ. This is the exhaust and here is the air intake of this engine. ഇതാണ് നമ്മുടെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് എന്നുള്ളത്. ഒരു അലുമിനിയം ഫിനിഷിലും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. സോ എന്താണ് ഈ ഒരു എഞ്ചിനെ പറ്റി നിങ്ങൾക്ക് തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ മൈലേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ നമുക്ക് പിടിയില്ല. പവർ അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിനിൽ വന്നിരിക്കുന്ന ടെക്നോളജീസ് ഒക്കെ തന്നെയാണ് TVS ഇതുവരെ നമ്മളോട് അനൗൺസ് ചെയ്തിരിക്കുന്നതും. അപ്പം ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവും ഈ ഒരു എഞ്ചിൻ വെച്ച് TVSൻ്റെ വാഹനങ്ങൾ വന്നാൽ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. റേസിൽ ത്രോട്ടിൽ റെസ്പോൺസ്, അതുപോലെ തന്നെ പ്രിസിഷൻ, പവർ ഡെലിവറി, ഓൾ റേഞ്ച് ടോർക്ക് എന്ന 3 കാര്യങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവർ RTX D4 എന്നുള്ള ഈ ഒരു പുതിയ എഞ്ചിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഒരു പുതിയ എഞ്ചിനും കൂടെ മാർക്കറ്റിൽ വന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് ഓടിച്ച് നോക്കാനായിട്ട് എനിക്ക് ഭയങ്കര ത്വരമൂത്തിരിക്കുകയാണ്. അപ്പോൾ ഈ എഞ്ചിൻ വെച്ചിട്ടുള്ള ഏത് വണ്ടിയാണ് ആദ്യം TVS ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും കാത്തിരുന്ന് കാണാം ഗായ്സ്. എന്താണ് ഈ എഞ്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടുതൽ മോട്ടോ സോൾ വീഡിയോസ് നമ്മുടെ ചാനലിലും ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. TVSൻ്റെ ഒരു അടിപൊളി ഇവൻ്റാണ് TVS മോട്ടോ സോൾ എന്ന് പറഞ്ഞാൽ. എല്ലാ വർഷവും ഡിസംബറിൽ ഗോവ വാഗേറ്ററിൽ ഹിൽ ടോപ്പിൽ വെച്ചിട്ട് അവർ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇവൻ്റാണ്. സോ നൈസ് വൈബ് ഇവൻ്റാണ്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് കണ്ടായിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ ഇസ്മി നിജിൻ സാനിക്കും.